ഗായ്സ്, നിങ്ങൾ BA മലയാളമാണോ എടുത്തത്? എന്തായാലും ഞാൻ ഈ പറയാൻ പോണ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താന്നല്ലേ കേട്ടോ. പൊതുവായിട്ടുള്ള എല്ലാവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ മലയാളം ഭയങ്കര സിമ്പിളാണ്. പക്ഷെ മലയാളത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തേക്ക് ഒരു ആവശ്യത്തിന് പോവാന്ന് വെച്ചോ, ആ സമയത്ത് അറിയുന്ന ഒരാളെ കണ്ടാൽ മതി. ആ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, കൊച്ചങ്ങോട്ട് വലുതായി പോയാലോ, ഇപ്പം എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും, നമ്മളിപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്തായിക്കോട്ടെ, നമ്മൾ വലുതായി എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ പറയും ഡിഗ്രിക്കാണ് പഠിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും, ഡിഗ്രി ആണോ, എന്താ കോഴ്സ് എടുത്തേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും BA മലയാളം. അയ്യോ, മലയാളോ? ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? മലയാളത്തിൽ സ്കോപ്പ് ഉണ്ടോ? മലയാളം എന്താ? മലയാളത്തിൽ ഒന്നുമില്ലല്ലോ, മലയാളമൊക്കെ സിമ്പിളല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ സംസാരിക്കുന്ന മലയാളമല്ലേ? അല്ലേ, അല്ലാതെ തെലുങ്കൊന്നല്ലല്ലോ. അതുപോലെ തന്നെ കേൾക്കുന്ന ഒരു ചോദ്യം, മലയാളത്തിലേക്ക് എന്താ പഠിക്കാളെ? വല്ല കവിതയോ കഥയോ നോവലോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ പോലെ, എന്താ ഇത്ര ബുദ്ധിമുട്ട്? അതേപോലെ എക്സാം എഴുതി വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദേഷ്യം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് സമാധാനത്തോടെ വരുമ്പോൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ എന്തൊരു സുഖം, മലയാളത്തിൽ കഥ എഴുതി വെച്ചാൽ പോരെ, നിങ്ങൾക്കൊക്കെ മാർക്ക് തരൂലേ? സിനിമ കഥ എഴുതി വെച്ചാൽ പോലെ നിങ്ങൾക്കൊക്കെ മാർക്ക് തരില്ലെന്ന് ചോദിക്കുന്നവരോട് നളിനി ദിവാകരനും അല്ലെങ്കിൽ ദുഷ്യന്തനും ശകുന്തളയും എന്തിനാണ് പിരിഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് ബാഹുബലി ദേവസേന എന്തിനാ പിരിഞ്ഞതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് തരൂല. ആ ചോദ്യത്തിൻ്റെതായിട്ടുള്ള ഉത്തരം എഴുതിയാൽ മാത്രമേ മാർക്ക് തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതി വെച്ചാൽ പോലും അവരൊരൊറ്റ വെട്ടിടും, പിന്നെ ഒരു കുമ്പളം കിട്ടും, അല്ലാതെ ഒന്നും കിട്ടൂല. ഓക്കെ, എന്തായാലും മലയാളത്തെ സ്റ്റുഡൻസിന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഞാൻ കേട്ടതിൻ്റെ അനുഭവത്തിൽ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.